മക്കളെ, നിങ്ങളിൽ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞേക്കാം നന്നായിട്ട് പഠിക്കുന്നുണ്ട്, എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട്, പക്ഷേ എവിടെയോ എനിക്ക് കിട്ടുമോ എന്നുള്ള ഇങ്ങനെ പേടി. ഇനി നിങ്ങളോട് പറയാനുള്ള, നിങ്ങളൊക്കെ കുറേ ആൾക്കാർ നല്ല വിശ്വാസമുള്ള കുട്ടികളായിരിക്കും അല്ലേ, കുറേ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഈ സമയത്ത് നമുക്ക് വിശ്വാസം ഭയങ്കര കൂടുതലുമായിരിക്കും. ഉറപ്പായിട്ടും നിങ്ങളെ വിശ്വാസം കൈവിടരുത്. നിങ്ങളുടെ സൈഡിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്താൽ ബാക്കി കാര്യങ്ങൾ നിങ്ങളെ കൂടെ പഠിച്ചോനുണ്ടാവും എന്ന് പറയുന്നത് സത്യം. ചെറിയൊരു കഥ പറഞ്ഞുതരാം, ചിലപ്പോഴും നമ്മുടെ മനസ്സിന് വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു ചെറിയൊരു കഥ. ഇത് നടന്ന കഥയാണ്, മുന്നേ പാകിസ്ഥാനിലുണ്ടായൊരു കഥയാണ്. അത് തുടങ്ങുന്ന ഇങ്ങനെയാണ്. അവിടെ കുറേ വലിയ ആളുകളുടെ ഒരു വലിയൊരു കോൺഫറൻസ് നടക്കാൻ പോവാം. ഈ കോൺഫറൻസിന് വേണ്ടിയിട്ട് ആ രാജ്യത്തിൽ നിന്നുള്ള എല്ലാ ആളുകളും എത്തിപ്പെടുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഈ കഥയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആളും കൂടെ ഈ കോൺഫറൻസിന് വേണ്ടിയിട്ട് പോവുകയാണ്. പോകുന്നത് ഫ്ലൈറ്റിലാണ്. ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് കാലാവസ്ഥയ്ക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചപ്പോൾ ഫ്ലൈറ്റ് പെട്ടെന്ന് വേറൊരു സ്ഥലത്ത്, അതായത് അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, അങ്ങനെ ഒരു എയർപോർട്ടിൽ ഫ്ലൈറ്റ് പെട്ടെന്ന് ലാൻഡ് ചെയ്യേണ്ടി വന്നു. അവിടെ എത്തിക്കഴിഞ്ഞ് ഇങ്ങേർക്ക് കോൺഫറൻസിന് എത്തണം. അവിടെ നിന്ന് കുറേ വെപ്രാളാവുമായിരുന്നു. ആ സമയത്ത് എയർപോർട്ട് അതോറിറ്റി ആൾക്കാരൊക്കെ പറഞ്ഞു, ഞങ്ങൾ ടാക്സി അറേഞ്ച് ചെയ്യാം സാറിന്, സമയത്തിന് തന്നെ എത്തിക്കാൻ മാക്സിമം നോക്കാം. അവിടെ മൊത്തത്തിൽ കാലാവസ്ഥ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്നാലും ശരി പോകാമെന്നുള്ള തീരുമാനം എടുത്തു. അങ്ങനെ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത്ര ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്ഥലമെത്തി. അവിടെ എത്തിയപ്പോൾ കംപ്ലീറ്റ് വീണ്ടും കാലാവസ്ഥ മോശമാവുന്ന അവസ്ഥയായിരുന്നു. എന്തൊക്കെയോ അവിടെ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. യാത്ര മുന്നോട്ടേക്കുള്ളത് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ ഇങ്ങനോട് ഡ്രൈവർ പറഞ്ഞു, ഇനി നമുക്ക് പോകാൻ പറ്റൂല, നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ സൈഡാക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്ക് വെള്ളം കുടിക്കണമായിരുന്നു. വെള്ളം കുടിക്കാൻ വണ്ടിയിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. നോക്കുമ്പോൾ കുറച്ച് ദൂരത്തായിട്ട് ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ ചെറിയ ലൈറ്റ് കാണാം. അങ്ങനെ അവിടേക്ക് നടന്നു. അവിടെ നടന്നപ്പോൾ അവിടെ ഒരു ഉമ്മ അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുക. ഒരു കുട്ടിയുണ്ട്. കുട്ടി എന്തോ അസുഖം ബാധിച്ചതുപോലെ ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഇയാൾ വെള്ളത്തിന് ആവശ്യപ്പെടുമ്പോഴാണ് കാണുന്നത് ആ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ കുട്ടിയുടെ ഒരു അമ്മൂമ്മയോളം പ്രായമുണ്ട്. അങ്ങനെ ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് നിസ്കാരം കഴിയട്ടെ എന്ന് വിചാരിച്ച അയാൾ കാത്തു നിന്നു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഉമ്മ പുറത്തേക്ക് വന്നു. എന്താ മോനെന്ന് ചോദിച്ചു. ഉമ്മ എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ വെള്ളം കൊടുത്തു. അതിനുശേഷം അയാൾ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്നുകൊണ്ട് ചോദിച്ചു, ഉമ്മ എന്തു പറ്റി, മോൻ എന്താ പറ്റി? അപ്പോൾ പറഞ്ഞു, അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ പൈസയൊക്കെ ചിലവാക്കി. എൻ്റെ മോളുടെ കുട്ടിയാണ്, എൻ്റെ മോളുടെ ഭർത്താവും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അതിനുശേഷം ഇവനെ ഞാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാം വിറ്റുപെറുക്കിയിട്ട് അവൻ്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിച്ചു. പക്ഷേ ഇനി ഒന്നുമില്ല മോനെ, എൻ്റെ കയ്യിൽ വേറെ ഇനി പൈസ ഒന്നുമില്ല. ഇനി മോൻ്റെ ചികിത്സ എങ്ങനെ മുന്നോട്ട് പോകുമെന്നും അറിയില്ല. പക്ഷെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ല ഏതെങ്കിലും ഒരു ദിവസം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ മോന് നല്ലൊരു ഡോക്ടറിനെ കാണിക്കണം. ഞാൻ കേട്ടിട്ടുണ്ട് ഈ മോൻ്റെ പോലത്തെ അസുഖം വന്നേക്കുന്ന കുട്ടികൾക്ക് ആ അസുഖം ചികിത്സിച്ച് മാറ്റിയേക്കുന്ന ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ അങ്ങ് തെക്കൻ പാകിസ്ഥാനില്ല. ചിലപ്പോൾ ആ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ അസുഖമൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഉമ്മ കരഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ ഇരുന്ന ആൾ ചോദിച്ചു, അല്ല ഉമ്മ ആ ഡോക്ടറിൻ്റെ പേരൊന്ന് പറയുമെന്ന് ചോദിച്ചു. എനിക്ക് കുറേ ഡോക്ടേഴ്സിനൊക്കെ അറിയുന്നതാണ്, ഒന്ന് പറയാമോ ആ ഡോക്ടറിൻ്റെ പേരൊന്ന് പറയുമെന്ന് ചോദിച്ചു. ഞാനും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കാമെന്ന് പറയുമ്പോൾ ആ ഉമ്മ ആ ഡോക്ടറിൻ്റെ പേര് പറഞ്ഞു, ഇഷാൻ അഹമ്മദ് എന്നാണ് പറഞ്ഞത്. സമയത്ത് അടുത്തിരുന്ന ആൾ ഭയങ്കരമായിട്ട് കരയാണ്. ആൾക്ക് കരച്ചിൽ അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൾ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ ചോദിച്ചു, എന്താ മോനെന്താ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. ഉമ്മാൻ്റെ പ്രാർത്ഥന അതിന് അത്രയും അർത്ഥമുണ്ട്. ഉമ്മ ഇത്രയും കാലം പ്രാർത്ഥിച്ചത് ആരെയാണോ മോനെ കാണിക്കേണ്ടത് അത് ഞാൻ തന്നെയാണ് ഉമ്മ. എന്നെയാണ് ഉമ്മ പ്രതീക്ഷിച്ചത് മോനെ കാണിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ പേര് ഇഷാൻ അഹമ്മദ് എന്നാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചില പ്രാർത്ഥനകൾ സത്യമാവുന്നൊരു ദിവസം ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നന്നായിട്ട് പഠിക്കുക. ഒപ്പം വിശ്വാസം കൈയൊഴിയേണ്ട. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും. ആ ഉമ്മാൻ്റെ പ്രാർത്ഥന കൊണ്ട് അന്നത്തെ ദിവസം അത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടും ആ ഡോക്ടർ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് സത്യമുള്ളതുകൊണ്ടല്ലേ. അതുപോലെ തന്നെ ഒരിക്കൽ പോലും ചിലപ്പം അങ്ങനെ ഒരാളെ ആ ഉമ്മക്ക് കാണാൻ പറ്റൂലായിരുന്നു. നമ്മൾ ചിന്തിക്കും അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ട് എന്താവാനാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഉമ്മ ബാപ്പുണ്ട്. നിങ്ങളെ കഷ്ടപ്പെടുന്ന ഓരോ മൊമെൻറ്റിലും നിങ്ങൾ സമയം ഉറക്കം പോലും ഇല്ലാതെ കഷ്ടപ്പെടുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉമ്മ ബാപ്പുണ്ട്.
അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. നന്നായിട്ട് പഠിക്കാൻ നോക്ക്. ഇനി അവസാന സമയം ടെൻഷനായിട്ട് പിന്നോട്ട് പോവല്ല വേണ്ടത്, നിങ്ങൾ പഠിച്ച് ജയിച്ച് കാണിക്കുക വേണ്ടത്. ഓക്കെ മക്കളെ, ഓക്കെ, നന്നായിട്ട് പഠിക്കുക. കാണാം നമുക്ക്.